നമസ്കാരം. ഡോക്ടർ ഡെയിലി ന്യൂസ് അനാലിസിസ് സ്വാഗതം. നമ്മൾ നോക്കുന്നത് ഹിന്ദു ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ഈ ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ടെക്നോളജി, എസ്പെഷ്യലി ഡിഫൻസ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. LCA തേജസ് മാർക്ക് 1 എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. LCA എന്ന് പറയുന്നത് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക് എസ്പെഷ്യലി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമ്മൾ പഠിക്കേണ്ടതാണ്. അതായത് നമ്മളിപ്പം ഇൻഡിജിനസ്ലി പറഞ്ഞ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എയർക്രാഫ്റ്റ് കൂടിയാണ് ഈ ഒരു തേജസ് വിഭാഗത്തിൽ പെടുന്ന മാർക്ക് 1 എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ഇൻഡിജിനസ്ലി എന്ന് പറയാൻ പറ്റത്തില്ല, ബിക്കോസ് അതിനകത്ത് പ്രധാനപ്പെട്ട പാർട്സ് ഒക്കെ തന്നെ നമ്മൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ബട്ട് അതിന്റെ അസംബ്ലിയും കാര്യങ്ങളും ഓൾമോസ്റ്റ് ഒരു നല്ലൊരു ശതമാനവും ഇന്ത്യയിൽ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എനിവേ ആ ഒരു ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ഒരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. അതിന് ഈ പറഞ്ഞ പോലെ എഞ്ചിൻ ഭാഗം സപ്ലൈ ചെയ്യുന്ന ജനറൽ ഇലക്ട്രിക്സ് ആണ്. അപ്പോൾ അവിടെ നിന്നും ഈ പറഞ്ഞ രീതിയിൽ ഈ തേജസിന് വേണ്ടിയിട്ടുള്ള മാർക്ക് 1 വേണ്ടിയിട്ടുള്ള എഞ്ചിൻ ഈ പറഞ്ഞ രീതിയിൽ റോൾ ഔട്ട് ചെയ്ത് തുടങ്ങി എന്ന രീതിയിലേക്ക് വാർത്ത വന്നിട്ടുണ്ട്. എനിവേ എക്സാം റിലേറ്റഡ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഈ ഒരു LCA തേജസ് മാർക്ക് 1 പ്രത്യേകത എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രിലിംസിന് വളരെയധികം ആവശ്യമായിട്ട് മാറിയിരിക്കും. ദെൻ സെക്കൻഡ് ആർട്ടിക്കിൾ ഇന്ത്യൻ പൊളിറ്റി ഗവർണൻസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. രണ്ടാമത്തെ ആർട്ടിക്കിളും അതൊരു പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലുള്ള ആർട്ടിക്കിൾ തന്നെയാണ്. പ്രിവിലേജ് മോഷൻ എന്നുള്ളതാണ് അതിന്റെ ഹെഡിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതിന്റെ ടോപ്പിക് വേറൊന്നുമില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞ ലോക്സഭയിലെ സെഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവിടെ ലോക്സഭയിൽ പാർലമെന്റിൽ സെഷൻസ് നടക്കുന്ന വേളയിൽ മിനിസ്റ്റർ ഓഫ് റൂറൽ ഡെവലപ്മെന്റ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. MGNREGയെ കുറിച്ചിട്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെന്നുള്ളതും അത് ഈ പറഞ്ഞ രീതിയിൽ അങ്ങനെ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് സഭയിൽ ഉന്നയിച്ചത് സഭയുടെ പ്രിവിലേജിനെ ബാധിക്കുന്ന രീതിയിലുള്ള കാരണമായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെതിരായിട്ട് മിനിസ്റ്റർക്കെതിരായിട്ട് പ്രിവിലേജ് മോഷൻ ഈ പറഞ്ഞ രീതിയിൽ കോൺഗ്രസ് പാർട്ടി MPs ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ എക്സാം പഠിക്കേണ്ടത് എന്താണ് ഈ പ്രിവിലേജ് മോഷൻ എന്നുള്ള കാര്യം ആദ്യം പഠിക്കാം. അതിനുശേഷം ഇങ്ങനെ ഒരു മോഷൻ അത് മീൻസ് അംഗീകരിക്കേണ്ടത് സഭയിൽ അംഗീകരിക്കേണ്ടത് ആരാണ് തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ ഒരു മോഷൻ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ഭവിഷ്യത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്ത് എഫക്റ്റ് ആയിരിക്കും അത് ഉണ്ടാക്കാൻ പോകുന്നത്, ഓൺ ദ മിനിസ്റ്ററിന് മേലെ എന്ത് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ കൃത്യമായിട്ടൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ തേർഡ് ആർട്ടിക്കിൾ എഡിറ്റോറിയൽ പേജിലാണ്. ബട്ട് ഹിന്ദു ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽ അല്ലത്. അത് നമ്മുടെ ഹിന്ദു തന്നെ ബിസിനസ് ലൈനിൽ വന്നിരിക്കുന്ന ഒരു എഡിറ്റോറിയലാണ്. ബട്ട് എക്സാമിന് നമുക്ക് വളരെയധികം ആവശ്യമായിട്ട് മാറിയേക്കാവുന്ന ഒരു ടോപ്പിക് കൂടിയാണത്. അതുകൊണ്ടാണ് ആ ഒരു ആർട്ടിക്കിൾ എടുത്തിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്സ് പവർ അണ്ടർ FEMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആണ്. കോസിംഗ് പ്രൈവസി കൺസേൺസ്. അപ്പോൾ അത് രീതിയിൽ ഇപ്പോൾ ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പാർലമെന്റ് മീറ്റിംഗിനകത്ത് അല്ലെ സെഷനകത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട പുതിയൊരു ബില്ല് എന്നല്ല, ഒരു അമെന്റ്മെന്റ് ബില്ലാണ്. ഇനി ഈ അമെന്റ്മെന്റ് ബില്ലിനകത്ത് സർട്ടൺ പ്രൊവിഷൻസ് പുതിയതായിട്ട് ആഡ് ചേർത്തിട്ടുണ്ട്. ആ ഒരു അമെന്റ്മെന്റ്സിലൂടെ ഇപ്പൊ നിലയിൽ പറയുവാണെങ്കിൽ അത് ഈവൻ ഇൻകം ടാക്സ് ഓഫീസേഴ്സിനുള്ള അധികാരങ്ങളാണെങ്കിൽ പോലും സർട്ടൺ ഈ പറഞ്ഞ FEMA അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടിന് കീഴിൽ വരുന്ന കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന വേളയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആക്ച്വലി പ്രവർത്തിക്കുന്ന ഒരു ഇൻകം ടാക്സ് ഓഫീസറിന്റെ അധികാരം അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾറെഡി ഇപ്പം പറയുവാണെങ്കിൽ ഈ ED ഉദ്യോഗസ്ഥർക്ക് ഒരുപാട് ഈ പറഞ്ഞ രീതിയിൽ അധികാരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് പറയുവാണെങ്കിൽ അവർക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെയുള്ള അധികാരങ്ങളൊക്കെ ഉണ്ട്. അതിന് പുറമെ എക്സ്ട്രാ കുറച്ചുകൂടെ അധികാരങ്ങൾ നൽകിയാണ്. അപ്പൊ അത് റൈറ്റ് ടു പ്രൈവസിയെ ബാധിച്ചേക്കാമല്ലോ എന്ന രീതിയിലേക്ക് ഒരു എഡിറ്റോറിയൽ ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൃത്യമായിട്ടത് എക്കണോമിക്സിന്റെ പെർസ്പെക്റ്റീവ്, ബിക്കോസ് എക്കണോമിക് ഒഫൻസുകളൊക്കെ അന്വേഷിക്കുന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതുകൊണ്ടാണ് എക്കണോമിക്സിന്റെ പെർസ്പെക്റ്റീവ്. പിന്നെ ഇതൊരു ബില്ലുമായിട്ട് കൺസേൺ ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ് ജനറൽ സ്റ്റഡീസ് ടു ഗവർണൻസിന്റെ പെർസ്പെക്റ്റീവ് ഡിസ്കഷൻ പോകുന്നത്. ദെൻ നാലാമത്തെ ടോപ്പിക്കും എഡിറ്റോറിയൽ പേജ് തന്നെയാണ്. അത് ഹിന്ദു ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ ആണ്. റോൾ ഓഫ് കമ്മ്യൂണിറ്റീസ് ഇൻ കൺസർവിംഗ് വാട്ടർ എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ. അപ്പോൾ വാട്ടർ റിലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് എസ്പെഷ്യലി ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് പറയുന്ന കാരണം എക്കോളജിയുടെ പെർസ്പെക്റ്റീവ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പിന്നെ ഇത് ഒരു ഗവർണൻസ് റിലേറ്റഡ് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസി നിർമ്മിക്കുന്നതിനെ കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്ന കാരണം ഗവർണൻസ് റിലേറ്റഡ് ആയിട്ട് നമ്മളവിടെ പഠിക്കുന്നുണ്ട്. ദെൻ ഏറ്റവും ലാസ്റ്റ് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ഒരു MCQ കൂടെ സോൾവ് ചെയ്തായിരിക്കും നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. നമുക്ക് ടൈം കളയേണ്ട സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ജനറൽ ഇലക്ട്രിക്സ് എയറോസ്പേസ് ടു ഡെലിവർ എഞ്ചിൻസ് ഫോർ തേജസ് LCA മാർക്ക് 1 എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ. ഞാൻ ഓൾറെഡി ഇത് തുടക്കത്തിൽ ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു അപ്ഡേഷൻ വാർത്ത ഇതാന്നുള്ള കാര്യം. ഇവിടെ നമ്മൾ ഡയറക്ട്ലി എക്സാം റിലേറ്റഡ് ഉള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. സോ എക്സാം റിലേറ്റഡ് പഠിക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞു LCA മാർക്ക് 1 കുറിച്ചിട്ട് പഠിക്കണം. അതിന് മുമ്പാകെ തന്നെ ഈ തേജസ് LCA അതായത് തേജസ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്തെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് കയറി വരേണ്ടത് ആ ഒരു വിഭാഗത്തിൽ പെടുന്ന എയർക്രാഫ്റ്റുകളുടെ മാനുവറബിലിറ്റി ആണ്. പെട്ടെന്ന് ഇപ്പോൾ ലൈറ്റ് കോമ്പാക്ട് ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവർക്ക് മാനുവറബിൾ ചെയ്യാൻ സാധിക്കും. മാനുവറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു എയറോ ഷോ ഒക്കെ കാണുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ അഭ്യാസ പ്രകടനങ്ങൾ കാണുമല്ലോ. അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണുമ്പോഴേക്കും പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ വിമാനങ്ങൾ ഈ ഫൈറ്റർ ജെറ്റുകൾ അവയുടെ ഡയറക്ഷൻസ് മാറ്റുന്നതും അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ അവ ടേൺ ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള കേപ്പബിലിറ്റിയാണ് ഈ മാനുവറബിലിറ്റി എന്ന് പറയുന്നത്. ഹൈ മാനുവറബിൾ ആയിട്ടുള്ള ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതിന് മാനുവറബിലിറ്റി നല്ല രീതിയിൽ കൂടുതലായിരിക്കും. ബിക്കോസ് എതിരെ വരുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് ഈ പറഞ്ഞ വരുന്ന ശത്രു സൈന്യത്തിൽ നിന്ന് പെട്ടെന്ന് ആ ഒരു ഗതി മാറാനായിട്ട് ആ ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെയുള്ള കഴിവാണ് ഈ മാനുവറബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പൊ അത്തരത്തിൽ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റുകൾ ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടിയാണ്, അവർക്ക് ഈ ഒരു നല്ല രീതിയിലുള്ള മാനുവറബിലിറ്റി കേപ്പബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം. സോ അപ്പോൾ ഈ ഒരു ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ തേജസ് എന്ന വിഭാഗത്തിൽ പെടുന്ന ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് നമ്മൾ ഇൻഡിജിനസ്ലി ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ DRDOയുടെ വിഭാഗത്തിന് കീഴിലുള്ള എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാനുഫാക്ചർ ചെയ്യുന്നതും നമ്മുടെ രാജ്യം തന്നെയാണ്. HAL, ബാംഗ്ലൂരുള്ള HAL ആണ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഈ ഒരു വിഭാഗത്തിൽ പെടുന്ന, ഈ ഒരു തേജസ് വിഭാഗത്തിൽ പെടുന്ന വിമാനങ്ങൾ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗമാകാൻ തുടങ്ങിയ 2016 തൊട്ടിട്ടാണെന്നുള്ള കാര്യം ഓർക്കാം. ഈ ഒരു വിഭാഗത്തിൽ 3 മോഡലുകളാണ്, പ്രൊഡക്ഷൻ മോഡലുകളാണ് നമുക്ക് നിലവിലുള്ളത്. ഒന്ന് തേജസ് മാർക്ക് 1 എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വാർത്തയിൽ കണ്ട 1A എന്ന് പറയുന്ന രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്ന ഓൾറെഡി ഉണ്ടായിരുന്ന മാർക്ക് 1ന്റെ അപ്ഡേറ്റഡ് വേർഷൻ ആണ്. അതിനകത്ത് ചില മാറ്റങ്ങൾ വരുത്തി അവതരിപ്പിച്ചിരിക്കുന്നതാണ് മാർക്ക് 1A എന്ന് പറയുന്നത്. പിന്നെ ഇതിന് ട്രെയിനർ വേരിയന്റ് ഉണ്ട്. ട്രെയിനർ വേരിയന്റ് മാത്രം 2 സീറ്റർ ആണ്. അതായത് ഇപ്പൊ മീൻസ് അതിന് വിമാനങ്ങൾ പരിശീലിപ്പിക്കണമല്ലോ, അതിനു വേണ്ടിയുള്ളതാണ് ഈ ട്രെയിനർ വേരിയന്റ്. അപ്പൊ അത് മാത്രം 2 സീറ്റ് വേരിയന്റ് ആണ്. ബാക്കി തേജസ് മാർക്ക് 1ഉം തേജസ് മാർക്ക് 1A എന്ന് പറയുന്നതും സിംഗിൾ സീറ്റ് വേരിയന്റ് ആണ്. ഒരു പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇതിൽ പിക്ചറിൽ അത്യാവശ്യം ക്ലിയർ അല്ല, എന്നാലും ഈ പറഞ്ഞ പോലെ ഓർത്തിരിക്കുക, സിംഗിൾ സീറ്റർ ആണ് ബാക്കി 2 കാര്യങ്ങൾ. ഓക്കെ, ഇതില് ട്രെയിനർ വിഭാഗം 2 സീറ്റ് കാരിയർ ആണെന്നുള്ള കാര്യം ഓർക്കാം. ദെൻ ഇതിനകത്ത് പ്രത്യേകത എന്ന് പറയുന്നത് ഈ വിഭാഗത്തിൽപ്പെടുന്ന തേജസ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മിഗ് വേരിയൻസ് ഉണ്ടല്ലോ, റഷ്യൻ നിർമ്മിതമാണ് മിഗ് വിമാനങ്ങൾ. ആ മിഗ് വേരിയൻസിന് കറന്റ് സർവീസിലുള്ള ഇന്ത്യൻ എയർഫോഴ്സിലുള്ള മിഗ് വിമാനങ്ങളുടെ റീപ്ലേസ്മെന്റ് ആണ് നമ്മൾ ഈ തേജസ് LCA കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഓർക്കാം. ഇനി ഇപ്പൊ വാർത്തയിലുള്ള LCA മാർക്ക് 1A കാര്യം ഓർക്കണം. അപ്പൊ 1A എന്ന് പറയുന്നത് ഓൾറെഡി ആ ഒരു വിഭാഗം തേജസ് എന്നുള്ള ഇതിൽ തന്നെ വരുന്നതാണ്. ഇതിനകത്ത് ഒരു അപ്ഡേഷൻ വരുത്തിയെന്നുള്ളൂ. അപ്ഡേഷൻ എന്ന് പറയുന്നത് തേജസ് 1ൽ നിന്നും വന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അപ്ഗ്രേഡ് ഡിജിറ്റൽ ഫ്ലൈ ബൈ വയർ ടെക്നോളജിയാണ് കൂടുതലായിട്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആണ്. അത് വെച്ചിട്ടൊക്കെയാണ് കുറച്ചുകൂടെ പെട്ടെന്ന് ഇതിന് മാനുവറബിലിറ്റി കേപ്പബിലിറ്റി ഉണ്ടാകുന്നുള്ള കാര്യം ഓർക്കാം. പിന്നെ ഈ ഒരു വിഭാഗത്തിൽ പെടുന്ന വിമാനങ്ങൾ 4.5 ജനറേഷനിൽ പെടുന്നതാണ്. നമ്മൾ ലേറ്റസ്റ്റ് നിങ്ങൾ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഡെയിലി വാർത്ത ഈ ഡീനെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപക്ഷെ ഇപ്പം ക്ലിയർ ആയിട്ടുണ്ടാവും. നമ്മളൊരു മാസം മുമ്പാകെ ഇവിടെ നമ്മുടെ ബാംഗ്ലൂരിൽ എയറോ ഷോ കണ്ടക്ട് ചെയ്ത സമയത്ത് നമ്മൾ DNAയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ എയറോ ഷോ ഇന്ത്യയിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട 2 വിമാനങ്ങൾ എന്ന് പറയുന്നത് സുഖോയ് വിമാനം ഉണ്ടായിരുന്നു, സുഖോയ് 57U എന്ന് പറയുന്ന വിമാനം ഉണ്ടായിരുന്നു. അതുപോലെ US നിർമ്മിതമായിട്ടുള്ള F-35 വിമാനം ഉണ്ടായിരുന്നു. ഈ 2 വിമാനങ്ങൾ ഇന്ത്യയിൽ വന്നിട്ട് ആ എയറോ ഷോയിൽ പങ്കെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറന്റ് നമ്മുടെ രാജ്യത്ത് ജനറേഷൻ 5ൽ പെടുന്ന ഒരു ഫൈറ്റർ ജെറ്റ് ഇല്ല. അപ്പൊ ഈ ജനറേഷന് മാറുന്നതിനനുസരിച്ച് എന്താണ് മാറ്റം വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവയുടെ സ്പീഡിന് മാറ്റം വരുന്നത്. അപ്രോക്സിമേറ്റ്ലി ജനറേഷൻ 5ൽ പെടുന്ന ഒരു യുദ്ധവിമാനമാണെങ്കിൽ മാക് 1.8 സ്പീഡൊക്കെ ടച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ശബ്ദത്തേക്കാൾ 1.8 മടങ്ങ് വേഗത കൈവരിക്കാൻ സാധിക്കും. അപ്പൊ ആ വേഗതയൊക്കെ വെച്ചിട്ടാണ് ഇതിന്റെ ജനറേഷൻസ് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ കറന്റ് ഇന്ത്യയിൽ ഈ ഒരു 5th ജനറേഷൻ പെടുന്ന എയർക്രാഫ്റ്റ് ഇല്ല. അപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിജിനസ്ലി നിർമ്മിച്ചിരിക്കുന്ന വിമാനം എന്ന് പറയുന്ന ഈ തേജസ് വിമാനങ്ങളാണ്. അവ ഓൾമോസ്റ്റ് പറയുവാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു ജനറേഷൻ 4.5 എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. തേജസ് വിമാനം പ്യുവർലി ഒരു ജനറേഷൻ 4 ആണ്. 1A തേജസ് മാർക്ക് 1A എന്ന് പറയുന്ന വേണമെങ്കിൽ നമുക്കൊരു ജനറേഷൻ 4.5 എന്ന് പറയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജനറേഷൻ 5 വിമാനങ്ങളില്ല. അപ്പൊ ജനറേഷൻ 5 വിമാനങ്ങൾക്ക് വേണ്ടി നമ്മൾ നിലവിൽ ഈ പറഞ്ഞ പോലെ പരീക്ഷണങ്ങൾ നടത്താനും ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് അത് നമ്മൾ നിങ്ങൾക്കറിയാം, ഒരു ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ നമ്മൾ പരീക്ഷണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ എടുക്കും അത് നിർമ്മിച്ചെടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ടൈം നമുക്കില്ല. അതുകൊണ്ട് കറന്റ് നമ്മൾ ഫോക്കസ് കൊടുത്തിരിക്കുന്നത് ജനറേഷൻ 6 വിമാനങ്ങൾക്കാണ്. 5നുള്ള റീപ്ലേസ്മെന്റ് പുറത്തുനിന്ന് ഇത്തരത്തിൽ കേപ്പബിലിറ്റി ഉള്ള വിമാനങ്ങൾ വാങ്ങാനാണ് നമ്മൾ തയ്യാറെടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ജനറേഷൻ കഴിയുമ്പോൾ ഇതിനകത്ത് ഓരോരോ മാറ്റങ്ങൾ വരും. എസ്പെഷ്യലി 4.5ലേക്ക് എത്തിയപ്പോഴേക്കും തേജസ് 1A വന്നപ്പോഴേക്കും അത് ഡിജിറ്റൽ ഫ്ലൈ ബൈ വയർ ടെക്നോളജി ആയത് കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആണ് കൂടുതലും. അങ്ങനെ ഇലക്ട്രോണിക് വാർവെയർ സ്യൂട്ടുകൾ, എക്സ്റ്റേണലി മൗണ്ടഡ് അഡ്വാൻസ് സെൽഫ് പ്രൊപ്പോർഷണൽ ജാമർ പോഡുകൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങളോടുകൂടി വന്നതാണ് മാർക്ക് 1A എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഒരുപാട് വെപ്പണറി ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. എയർ ടു എയർ അല്ലെങ്കിൽ എയർ ടു ഗ്രൗണ്ട് മിസൈലുകൾ, അഡ്വാൻസ് ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ, ഇങ്ങനെ എന്താ പറയുക ഡിഫറെന്റ് വെറൈറ്റി ഓഫ് മിസൈൽസും ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ട് ശത്രു സൈന്യത്തെ ഇപ്പോൾ ആക്രമിക്കാൻ സാധിക്കുന്ന വിഭാഗത്തിൽ പെടുന്ന ഒരു വിമാനമാണ് ഈ ഫൈറ്റർ ജെറ്റ് ആണ് തേജസ് LCA മാർക്ക് 1 എന്നുള്ള കാര്യം ഓർക്കുക. ഇവിടുന്ന് പൊട്ടൻഷ്യലി ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. ഇത് ഫൈറ്റർ ജെറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി പറഞ്ഞ ഇൻഡോനേഷ്യ നമ്മുടെ ഇവിടെ HAL ആണ് നിർമ്മിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. HAL ആദ്യമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഇൻഡിജിനസ് ഫൈറ്റർ ജെറ്റ് ആണ് തേജസ് LCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബിക്കോസ് തേജസ് LCAക്ക് മുമ്പാകെ HAL ഒരു ഇൻഡിജിനസ്ലി ഫൈറ്റർ ജെറ്റ് വിമാനം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് കോൾഡ് ആസ് HAL മാരുത്. ഓക്കെ, HAL മാരുത് എന്ന് പറയുന്ന ആ ഒരു ഫൈറ്റർ ജെറ്റ് ആണ് ആദ്യമായിട്ട് HAL നിർമ്മിച്ച ഒരു ഫൈറ്റർ വിമാനം. അത് കഴിഞ്ഞിട്ട് നിർമ്മിക്കുന്നതാണ് ഈ തേജസ് LCA എന്നുള്ള കാര്യം. ഒന്ന് ജസ്റ്റ് ഓർമ്മയിൽ വെച്ചേക്കാം. മേ ബി എങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ പരീക്ഷ ചോദിക്കുവാണെങ്കിൽ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ എക്സ്പെഷ്യലി പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുവാണെങ്കിൽ. സോ ദെൻ മൂവിംഗ് ഓൺ ടു സെക്കൻഡ് ആർട്ടിക്കിൾ, കോൺഗ്രസ് മൂവ്സ് മോഷൻ അഗെയിൻസ്റ്റ് മിനിസ്റ്റർ ഫോർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഓൺ MGNREGS. ഞാൻ ഓൾറെഡി ഇതിന്റെ ഇൻട്രൊഡക്ഷൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
റിയലി മൂവിംഗ് ഓൺ ദ ടോപ്പിക് വേറൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ രീതിയിൽ അദ്ദേഹം ഇപ്പൊ പിക്ചറിൽ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് റൂറൽ ഡെവലപ്മെന്റ് മിനിസ്റ്റർ ചന്ദ്രശേഖർ പെമ്മസാനി എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ബഡ്ജറ്റ് സെഷൻ സംസാരിക്കുന്ന വേളയിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം NGNRGS, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, ഇതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ സ്കീമിനെ കുറിച്ചിട്ട്. എനിവേ, ആ ഒരു സ്കീമിലേക്കുള്ള ഫണ്ട് അലോക്കേഷൻസിന്റെ കാര്യം അദ്ദേഹം പറയുണ്ടായി. യു പിയിലേക്കും ഇത്ര കോടി രൂപയാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്, തമിഴ്നാട്ടിലേക്കും ഇത്ര കോടി രൂപയാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആ തുകകൾ നമുക്ക് ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകുന്നത്. ഇനി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഒഫീഷ്യൽ ആയിട്ടുള്ള മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് സൈറ്റുകൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ല, അദ്ദേഹം പറഞ്ഞ വാല്യൂസ് അല്ല ഒഫീഷ്യലി ഇവിടെ നാട്ടിൽ നടന്നിരിക്കുന്നത്, ആ എമൗണ്ട് അല്ല എന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ സഭയിൽ തെറ്റായ വിവരങ്ങൾ നൽകി, ഫോൾസ് സ്റ്റേറ്റ്മെന്റ് നൽകി എന്നതുകൊണ്ട് തന്നെ സഭയുടെ പ്രിവിലേജിനെ ആ ഒരു ലംഘിക്കപ്പെട്ടു. ആ ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് നൽകിയത് സഭയുടെ പ്രിവിലേജിനെ ലംഘിക്കപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിട്ടാണ് ഇദ്ദേഹത്തിനെതിരായിട്ട് ഇപ്പോൾ കോൺഗ്രസ് എംപിമാര് പ്രിവിലേജ് മോഷൻ നടപ്പാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇനിവേ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യം എന്താണ് പ്രിവിലേജ് മോഷൻ എന്നുള്ള കാര്യം നോക്കണം. ഇറ്റ്സ് എ ഫോർമൽ റിക്വസ്റ്റ് മെയ്ഡ് ബൈ മെമ്പേഴ്സ് ടു ദ പ്രിസൈഡിംഗ് ഓഫീസർ. പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭ നിയന്ത്രിക്കുന്ന ആള്. അതിപ്പോൾ ലോക്സഭയിലാണെങ്കിൽ സ്പീക്കറാണ്, രാജ്യസഭയിലാണെങ്കിൽ വൈസ് പ്രസിഡന്റ് ആണ്, രാജ്യസഭയുടെ ചെയർമാനായിട്ട് ഓബ്വിയസ്ലി ആക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈവൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ സ്പീക്കേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് ഞാൻ പറയുന്നത് പ്രിസൈഡിംഗ് ഓഫീസറാണ് സമർപ്പിക്കുന്നത് ഓഫ് ദ ഹൗസ് ടു അഡ്രസ് ആൻ അലജഡ് ബ്രെച്ച് ഓഫ് പാർലമെന്ററി പ്രിവിലേജസ്. പാർലമെന്ററി പ്രിവിലേജിൽ പെടുന്ന ഒരെണ്ണമാണ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഉന്നയിക്കാതിരിക്കുക എന്നുള്ള കാര്യം, സഭയെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിവിലേജ് മോഷൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് പാർലമെന്ററി പ്രിവിലേജസ് സം ഓഫ് പെക്യുലർ റൈറ്റ്സ് എൻജോയ്ഡ് ബൈ ഈച്ച് ഹൗസ് കളക്ടീവ്ലി ആസ് എ കോൺസ്റ്റന്റ് പാർട്ട് ഓഫ് പാർലമെന്റ് ആൻഡ് ബൈ മെമ്പേഴ്സ് ഓഫ് ഈച്ച് ഹൗസ് ഇൻഡിവിജ്വലി വിത്തൗട്ട് വിത്ത് ദേ കനോട്ട് ബി ഡിസ്ചാർജ് ദിയർ ഫംഗ്ഷൻസ്. അത് വേറെ ഒന്നുമില്ല, കുറച്ച് അധികാരങ്ങളാണ് പാർലമെന്റ് പ്രിവിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ അധികാരങ്ങൾ ഉണ്ടെങ്കിലാണ് ആ സഭയുടെ സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷനിങ് നടന്നു പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ഒരു കാര്യം പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളവയാണ് പാർലമെന്ററി പ്രിവിലേജസ് എവിടെയെങ്കിലും ഒറ്റ അർത്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ, കോഡിഫൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അത് ഓർത്തിരിക്കണം. അതായത് ഒരു നിയമത്തിനകത്ത് എന്താണ് പാർലമെന്ററി പ്രിവിലേജസ് എന്ന് പറയുന്നത് സപ്പോസ് ഒരു ആർട്ടിക്കിൾ നമ്പറിനകത്ത് എല്ലാം പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവിടെ ഇവിടെയായിട്ട് ഈ പറഞ്ഞ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുകയാണ് എന്താണ് പാർലമെന്ററി പ്രിവിലേജസ് ഉള്ളത്. സജസ് പറയുവാണെങ്കിൽ ആർട്ടിക്കിൾ 105 അതുപോലെ തന്നെ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയറിനകത്തുണ്ട്, ദെൻ പാർലമെന്ററി കൺവെൻഷൻസ്, ഇങ്ങനെ പല ഭാഗങ്ങളായിട്ട് ഈ പറഞ്ഞ സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുന്ന കാര്യങ്ങളാണ് ഈ പാർലമെന്ററി പ്രിവിലേജസ്. ഒരിടത്തായിട്ട് കോഡിഫൈ ഒന്നിച്ച് ഒരിടത്തായിട്ട് ഇല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരുന്നേക്കാം. ഇതുവരെ അങ്ങനെ ഒന്നിച്ചാക്കുന്ന ഒരു നിയമം ഒന്നും തന്നെ നിലവിൽ ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഇനി സെക്കൻഡ് ഫോമോസ്റ്റ് ഇതിനകത്തൊരു തീരുമാനം എടുക്കേണ്ടത്, അതായത് നമ്മൾ പ്രിവിലേജ് മോഷൻ സമർപ്പിക്കുമല്ലോ എംപിമാര്, അങ്ങനെ സമർപ്പിക്കുമ്പോൾ ആ പ്രിവിലേജ് മോഷൻ അംഗീകരിക്കണോ വേണ്ടിയോ എന്നുള്ള കാര്യം ഫസ്റ്റ് ലെവൽ സ്ക്രൂട്ടിനി ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാത് സഭയുടെ പ്രിസൈഡിംഗ് ഓഫീസറാണ്. ലോക്സഭയിലാണെങ്കിൽ സ്പീക്കർ, രാജ്യസഭയിലാണെങ്കിൽ രാജ്യസഭ ചെയർമാനാണ് കാര്യങ്ങൾ എടുക്കുന്നത്. വൺസ് ഈ പ്രിവിലേജ് മോഷൻ സഭയുടെ അധികാരി അംഗീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇത് പ്രിവിലേജ് കമ്മിറ്റിക്ക് കൈമാറുകയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഈ പ്രിവിലേജ് കമ്മിറ്റിക്ക് കൈമാറുമ്പോഴേക്കും ഇതൊരു ഓർത്തിരിക്കുക, പ്രിവിലേജ് കമ്മിറ്റി എന്ന് പറഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റി ആയിരിക്കും ബ്രെച്ച് ഓഫ് പ്രിവിലേജ്, അദ്ദേഹം നടത്തിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും തെറ്റാണോ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന ഈ കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയാണെങ്കിൽ ലോക്സഭയിലാണെങ്കിൽ 15 മെമ്പേഴ്സ് ആണുള്ളത്, രാജ്യസഭയിലാണെങ്കിൽ 10 മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാകുക. എന്നിട്ട് ഇവരാണ് സഭാ അധ്യക്ഷന് കൃത്യമായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആക്ഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റാർട്ടിംഗ് ഫ്രം മിയർ എന്താ പറയുക സ്കോൾഡിംഗ് ആകാം, അല്ലെങ്കിൽ ഒരു സഭയുടെ ഈ പറഞ്ഞ പോലെ പൊതുവായിട്ട് മാപ്പ് പറയുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടിതാക്കാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ എക്സ്റ്റെൻഡ് അപ് ടു എന്താ പറയാ അദ്ദേഹത്തിനെ സഭയിൽ നിന്നും അയോഗ്യനാക്കുന്ന രീതി വരെയൊക്കെ പോകാനായിട്ട് സാധിക്കും. സസ്പെൻഷനോ അല്ലെങ്കിൽ അയോഗ്യനാക്കുന്ന രീതി വരെയൊക്കെ വേണമെങ്കിൽ പോകാനായിട്ട് സാധിക്കും. അപ്പൊ ആ കാര്യങ്ങളെല്ലാം തീരുമാനം എടുക്കുന്ന ആരാണ്? സഭയുടെ അധ്യക്ഷനായിട്ടുള്ള ഒന്നെങ്കിൽ സ്പീക്കർ അല്ലെങ്കിൽ രാജ്യസഭയിലാണെങ്കിൽ ചെയർമാൻ ആയിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർത്തു വെച്ചേക്കാം. അപ്പൊ ഇനിവേ the speaker or chairman gives consent under the relevant rules, the member consent is given an opportunity. അതുപോലെ തന്നെ ഇതിനിടയിൽ ആ കൺസേൺ മെമ്പറിന് ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ കൊടുക്കാറുണ്ട്. എന്ത് കാരണത്താലാണ് ഇങ്ങനെ പറഞ്ഞത്, മീൻസ് അബദ്ധവശാലാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ അദ്ദേഹത്തിന്റെ വാദം ഉന്നയിക്കാനുള്ള അവസരം കൊടുക്കാറുണ്ട്. അതിനെല്ലാം ശേഷമായിരിക്കും ലാസ്റ്റ് തീരുമാനം നടപ്പാക്കുക എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഒരു കൈൻഡിൽ പറയുവാണെങ്കിൽ ഒരു സെൻസർ മോഷൻ ആയിട്ട് ആക്ട് ചെയ്യും. നമ്മൾ സെൻസർ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ മിനിസ്റ്ററിനെതിരായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ അങ്ങനെ ഒരു മിനിസ്റ്ററിനെതിരായിട്ട് ഒരു സെൻസർ ആക്ടിവിറ്റി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രിവിലേജ് മോഷനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. ഇത്രയാണ് ആ ഒരു ആർട്ടിക്കൽ നമ്മൾ പ്രിലിംസിന്റെ പെർസ്പെക്ടീവ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. മൂവിംഗ് ഓൺ ടു ദ തേർഡ് ആർട്ടിക്കൽ, എഡിറ്റോറിയൽ പേജ് ആർട്ടിക്കൽ ആണ്. ഇഡിസ് പവേഴ്സ് അണ്ടർ FEMA എന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പോസിംഗ് പ്രൈവസി കൺസേൺസ്. ഇതിന്റെയും ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, അതുകൊണ്ട് തന്നെ റിപ്പീറ്റേഷൻ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഡയറക്ട്ലി ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. സോ ഡയറക്ട്ലി കടക്കുമ്പോഴേക്കും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനെ കുറിച്ചുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ഇവന്റെ ഒരു മെയിൻസിന്റെ ടോപ്പിക് ആണെങ്കിൽ പോലും പ്രിലിംസിന് വേണമെങ്കിൽ ED കുറിച്ചിട്ടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. സോ ഇറ്റ്സ് എ ഡൊമസ്റ്റിക് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയാണ്, എക്കണോമിക് ഇന്റലിജൻസ് ഏജൻസി എന്നുള്ള കാര്യം ഓർക്കുക. നമ്മുടെ ഇവിടെ നാട്ടിൽ കള്ളപ്പണം അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ എന്താ പറയാ കൗണ്ടർഫീറ്റ് കറൻസീസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പറഞ്ഞ അന്വേഷണങ്ങൾ നടത്തുന്ന ഏജൻസീസ് ആണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു ഒറിജിൻ നോക്കുവാണെങ്കിൽ മെയ് 1956 പോകുന്നത്.
At that time, they were known to be as just an enforcement unit, and അത് അവർക്ക് അധികാരങ്ങളൊക്കെ നൽകിയിരുന്നു ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ഓഫ് 1947 പ്രകാരമായിരുന്നു എന്നുള്ള കാര്യം ഓർക്കാം. പിന്നീട് 1957 ഇതിന്റെ പേര് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, പണ്ട് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് എന്നുള്ളത് 57 പിന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയിട്ട് പേര് മാറ്റിപ്പെടുന്നു. ഇവരുടെ നോഡൽ മിനിസ്ട്രി ഓർത്തിരിക്കണം, പലതവണ പരീക്ഷകളെ ചോദിച്ചിട്ടുള്ളതാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ, മിനിസ്റ്റർ ഓഫ് ഫിനാൻസിന്റെ കീഴിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രവർത്തിക്കുന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ദെൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അധികാരങ്ങൾ നൽകുന്ന 3 പ്രധാനപ്പെട്ട ആക്ടുകളുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് 1999, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002, ദെൻ ഫിജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് ഓഫ് 2018. ഈ 3 പ്രധാനപ്പെട്ട ആക്ടുകൾ പ്രകാരമാണ് ഇ ഡി അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അധികാരം കിട്ടുന്നത്. ഇതിൽ ഇപ്പോൾ വാർത്തയിലുള്ളത് ഫെമയാണ്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് എന്നുള്ള കാര്യം ഓർക്കുക. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫെമയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. സോ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് 1999 കെയിം ഇൻ ഫോഴ്സ് ഓൺ ജൂൺ 2000 ഇത് വന്നത്, റീപ്ലേസിംഗ് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ഓഫ് 1973. പണ്ടൊക്കെ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ആയിരുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ എക്കണോമിക് ലിബറലൈസേഷന് ശേഷം നമ്മൾ കുറേയൊക്കെ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ കറണ്ട് അക്കൗണ്ടിൽ കുറച്ചുകൂടെ ഓപ്പൺ ആക്കി, കറണ്ട് അക്കൗണ്ടിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കുറച്ചുകൂടെ ഓപ്പൺ ആക്കി. ബട്ട് സ്റ്റിൽ നമ്മൾ കറണ്ട് അക്കൗണ്ടിൽ ഫുള്ളി കൺവേർട്ടബിളും ക്യാപിറ്റൽ അക്കൗണ്ടിൽ പാർഷ്യലി കൺവേർട്ടബിൾ ആണ്. എന്നിരുന്നാൽ പോലും ആ ഒരു എക്കണോമിക് ലിബറലൈസേഷന്റെ ഒക്കെ ഭാഗമായിട്ട് എക്സ്റ്റേണലി നമ്മൾ ഒരുപാട് ട്രേഡ് നടത്താൻ തുടങ്ങി, ഒരുപാട് പേയ്മെന്റുകൾ നടത്താൻ തുടങ്ങി, പേയ്മെന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്താൻ തുടങ്ങി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ എന്നുള്ള പേര് മാറ്റിയിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് എന്നുള്ള പേരിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തു. അപ്പൊ നിലവിൽ പറയുവാണെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരുപാട് അധികാരങ്ങളുണ്ട്. ലൈക്ക് പറയുവാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും വയലേഷൻസ് ഒക്കെ കണ്ടുപിടിക്കുവാണെങ്കിൽ അതിന് എതിരായിട്ട് വന്നിരിക്കുന്ന ആളുകളെ മോണിറ്ററി പെനാൽറ്റീസ് ഈടാക്കാൻ സാധിക്കും. അപ് ടു 3 times എമൗണ്ട് ഇൻവോൾവ്, എത്ര രൂപയുടെയാണോ ഈ കുറ്റകൃത്യം അവിടെ നടന്നിരിക്കുന്നത് അതിന്റെ 3 മടങ്ങ് അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ഏതാണോ ഏറ്റവും വലുത് അത്രയും മോണിറ്ററി പെനാൽറ്റീസ് ഈടാക്കാൻ സാധിക്കും. ദെൻ ഈ പറഞ്ഞ രീതിയിൽ അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ അസറ്റുകളൊക്കെ കണ്ടുകെട്ടാനായിട്ട്, മീൻസ് പിടിച്ചെടുക്കാനായിട്ടൊക്കെ സീസ് ചെയ്യാനായിട്ടൊക്കെയുള്ള അധികാരങ്ങളും ഫെമയ്ക്കകത്ത് നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇനി പ്രധാനമായിട്ടും ഈ ഒരു ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ തൊട്ട് പറഞ്ഞിരുന്നത്, പവർ ടു ക്യാരി ഔട്ട് സെർച്ച് ആൻഡ് സീഷർ ഓപ്പറേഷൻസ് ആർ പ്രൊവൈഡഡ് അണ്ടർ സെക്ഷൻ 37(3) ഓഫ് ഫെമ. അതായത് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ തന്നെ ആ സംശയമുള്ള ആളുകളുടെ വീട്ടിൽ സെർച്ച് നടത്താനായിട്ട്, അവർ ഓഫീസുകളിൽ സെർച്ച് നടത്താനായിട്ടുള്ള എല്ലാ അധികാരങ്ങളും ആർക്കുണ്ട്, ഇടിക്കുണ്ട്. വിത്തൗട്ട് ഇനി വാറണ്ട് ആണെന്നുള്ള കാര്യം, വാറണ്ട് പോലും ഇല്ലാതെ വേണമെങ്കിൽ സെർച്ച് നടത്താനുള്ള അധികാരങ്ങളുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗവൺമെന്റ് ഇപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 1961 ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. അതിനകത്ത് കൃത്യമായിട്ട് നമുക്കറിയാം, നേരത്തെ ആണെങ്കിൽ ഉള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരു ഫെമ, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടിന് കീഴിലെ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻകം ടാക്സ് ഓഫീസറിന്റെ അധികാരങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിലവിലെ ഗവൺമെന്റ് അവതരിപ്പിക്കാൻ പോയിരിക്കുന്ന ഈ ഇൻകം ടാക്സ് അമെന്റ്മെന്റ് ബില്ലിനകത്ത് പറയുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇറ്റ് സേസ് ആസ് 2 അധികാരങ്ങളാണ്: എൻറ്റർ ആൻഡ് സെർച്ച് ഓഫ് എനി ബിൽഡിംഗ്, പ്ലേസ്, വെസൽ, വെഹിക്കിൾ ഓർ എയർക്രാഫ്റ്റ് വിത്തൗട്ട് വാറണ്ട് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ബ്രേക്ക് ഓപ്പൺ the lock of any door, box, locker, safe, almirah or other റിസപ്റ്റക്കിൾ. അതായത് ഈ പറഞ്ഞ ഇതിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ട്, പൈസ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തോന്നുവാണെങ്കിൽ അത് ഒളിപ്പിച്ച് സേഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലോക്കർ ആയിക്കോട്ടെ അൽമറി ആയിക്കോട്ടെ എന്തായാലും ഈ പറഞ്ഞ പോലെ ബ്രേക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട്. ദെൻ സീസ് ഡോക്യുമെന്റ്സ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, മണി, ബുള്ളിയൻ, ജുവലറി ഓർ അതർ വാല്യുബിൾ ആർട്ടിക്കിൾസ് ഓർ തിങ് ആസ് സച്ച് ഓൾസോ അപ്ലൈ ടു ഇൻവെസ്റ്റിഗേഷൻസ് ബൈ ഇ ഡി അണ്ടർ ഫെമ. അതായത് കുറ്റകൃത്യം നടന്നിട്ടുണ്ട്, അതിന്റെ ഭാഗമായിട്ട് നടന്നിരിക്കുന്ന വസ്തുക്കളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ സീസ് ചെയ്തെടുക്കാനുള്ള അധികാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഒരു കാര്യം കൂടി ഇപ്പം പറഞ്ഞിരിക്കുകയാണ്, ഈ പുതിയ ബില്ലിനകത്ത് ഇലക്ട്രോണിക് ഉപകരണങ്ങളെ വേണമെങ്കിൽ സീസ് ചെയ്യാൻ സാധിക്കും. ഇനി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സീസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്രിയേറ്റ്സ് ആൻ ഒബ്ലിഗേഷൻ ഓൺ ദ യൂസേഴ്സ് ഓഫ് സച്ച് ഡിവൈസ് ടു ഷെയർ ദ പാസ്വേർഡ്സ് ടു ആക്സസ് സച്ച് ഡിവൈസസ്. അപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോൺ കണ്ടെടുക്കുമെന്ന് വിചാരിക്കാം, ആ മൊബൈൽ ഫോൺ തീർച്ചയായിട്ടും ഇപ്പോൾ ലോക്ക്ഡ് ഒക്കെ ആണെങ്കിൽ അതിന്റെ പാസ്വേഡ് ആ വ്യക്തിക്ക് അറിയണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇ ഡിക്ക് അധികാരം കൊടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്ക് അധികാരം കൊടുത്തിരിക്കുകയാണ്. ആ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ് നമ്മൾ സീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പാസ്വേഡ് കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ പറഞ്ഞു കൊടുത്തിരിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇറ്റ് ക്യാൻ ലീഡ് ടു വയലേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് കോൾഡ് റൈറ്റ് ടു പ്രൈവസി. കേസ് പുട്ടുസ്വാമി കേസിൽ വന്ന ആ ഒരു റൈറ്റ്, ആർട്ടിക്കിൾ 21 കീഴിലുള്ള റൈറ്റ് ടു പ്രൈവസി ഇവിടെ ലംഘിക്കപ്പെടാനായിട്ടുള്ള ചാൻസുകൾ വളരെ വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഇറ്റ് ക്യാൻ ഇമ്പാക്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ ഇന്ത്യ. നമ്മുടെ രാജ്യത്തെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഈ പറഞ്ഞ പോലെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകളെയും ഇത് നെഗറ്റീവ്ലി ബാധിക്കാനുള്ള ചാൻസുകൾ വളരെ വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം ഇതാണ്, നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടിനകത്ത് പ്രകാരം എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ സിവിൽ ഒഫൻസ്. സിവിൽ ഒഫൻസ് ആയിട്ടാണ് ഇതിനെ പരിഗണിക്കുന്നത്. അങ്ങനെ സിവിൽ ഒഫൻസ് ആയിട്ട് പരിഗണിക്കുന്ന ഒരു കുറ്റകൃത്യത്തിന് വേണ്ടിയിട്ട് ഇത്രമാത്രം അധികാരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൊടുക്കുന്നത് ഇത് നല്ലതാണോ എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ചോദിക്കുന്നത്. ബിക്കോസ് ഇതൊരു സിവിൽ ഒഫൻസ് ആണ്. അപ്പൊ സിവിൽ ഒഫൻസിനെ നേരിടുന്നതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ഇൻഡിവിജ്വൽസിന്റെ പ്രൈവസിയെ ഒക്കെ ബാധിക്കുന്ന രീതിയിലേക്കുള്ള ഓരോ അധികാരങ്ങൾ
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ലീഡ് ടു ഫർദർ ഇംപ്ലിക്കേഷൻസ് ഇൻ ഫ്യൂച്ചർ. ലൈക്ക് പറയുവാണെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കാം, അതുപോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള സറൗണ്ടിങ് ഇഷ്യൂസ്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഫോണിനകത്ത് ഒരുപാട് ഒരു കാര്യങ്ങൾ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ അദ്ദേഹത്തിന് വിലപ്പെട്ട രേഖകളൊക്കെ ആയിരിക്കാം. അതെല്ലാം ഈ പറഞ്ഞ പുറത്തേക്ക് ലീക്ക്ഡ് ആകാനായിട്ടുള്ള ചാൻസുകൾ വളരെ വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള അധികാരങ്ങളായിരിക്കണം കൊടുക്കേണ്ടത്. അതിന് കൃത്യമായിട്ട് സുപ്രീം കോടതി ആണെങ്കിലും ഇടപെടണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ഓതർ എൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇതാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ മെയിൻ ട്രെൻഡ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ദെൻ മൂവിംഗ് ഓൺ ടു ലാസ്റ്റ് ആർട്ടിക്കിൾ, ദ റോൾ ഓഫ് കമ്മ്യൂണിറ്റീസ് ഇൻ കൺസേർവിംഗ് വാട്ടർ. അപ്പൊ ഇവിടെ നമുക്കറിയാം കൺസർവേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്ന പുതിയൊരു കൺസെപ്റ്റ് അല്ല അല്ലെ. അപ്പൊ അതൊരു എപ്പോഴും ഉന്നയിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ബിക്കോസ് നമുക്കറിയാം എവിഡന്റ് ആണ് ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പൊ നമുക്ക് പോലും അറിയാം നമ്മുടെ ചുറ്റുപാട് നോക്കുവാണെങ്കിൽ എത്ര രീതിയിൽ ക്ലൈമറ്റ് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലേക്ക്. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് ചേഞ്ച് എവിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇന്നോട്ട് ടു അഡാപ്റ്റ് ദിസ് ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് സർട്ടൻ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൺസർവേഷൻ ഓഫ് വാട്ടർ. കാരണം ഒന്ന്, ഇപ്പൊ നമുക്കാണെങ്കിൽ ഇപ്പൊ ഈവൻ കേരളത്തിൽ പോലും നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന പോലത്തെ ഒരു മഴയുടെ ഒരു രീതി അല്ല ഇപ്പോൾ ഉള്ളത്. ചില വർഷങ്ങളിൽ അധികം മഴ നമുക്ക് ലഭിക്കാറുണ്ട്, എന്നാൽ ചില വർഷങ്ങളിൽ മഴയുള്ളത് വളരെ രീതിയിൽ കുറവുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ആ വാട്ടർ കൺസർവേഷൻ ഒരു കമ്പോണന്റിനെ അഡോപ്റ്റ് ചെയ്യുക തന്നെ വേണ്ടതാണ്. ബിക്കോസ് നമുക്ക് പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് മഴയുടെ അളവ് കുറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം മിക്ക പ്രദേശങ്ങളിൽ ഈ പറഞ്ഞ വരൾച്ച അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡ്രോട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൺസർവേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഭാഗമായിട്ട് റീസെന്റ് മാർച്ച് 22 വേൾഡ് വാട്ടർ വാട്ടർ ഡേ ആണ്. അന്ന് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ജലശക്തി മിനിസ്ട്രി ഓഫ് ജലശക്തിയുടെ ഭാഗമായിട്ട് ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ 2025 എന്നുള്ള ഒരു പ്രോഗ്രാം ഈ പറഞ്ഞ പോലെ പ്രൈം മിനിസ്റ്റർ ലോഞ്ച് ചെയ്യുണ്ടായി. എംഫസൈസിംഗ് ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ വാട്ടർ കൺസർവേഷൻ. വാട്ടർ കൺസർവേഷൻ വെറുതെ വാട്ടർ കൺസർവേഷൻ അല്ല, അതിൽ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിന് ഈ മാർച്ച് 22-ാം തീയതി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടത് എന്താണ് വാട്ടർ കൺസർവേഷനിലെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷന്റെ ആവശ്യകത എന്നുള്ളത്. ഇപ്പൊ ഇത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല. ഇപ്പൊ വാട്ടർ കൺസർവേഷൻ ഗവൺമെന്റ് ഒരു പോളിസി നിർമ്മിച്ചു. അത് ചിലപ്പോൾ സക്സസ്ഫുൾ ആകണം ഒരു നിർബന്ധമില്ല. ബിക്കോസ് ഗ്രൗണ്ട് ലെവലിൽ ആരും കൂടെ ഇതിനകത്ത് മുന്നോട്ടിറങ്ങണം. കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ജനങ്ങളും കൂടെ മുന്നോട്ടിറങ്ങണം. അതിനു വേണ്ടിയിട്ടാണ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ എന്നുള്ള ഒരു വാക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കയറിയിരിക്കുന്നത്. ബിക്കോസ് നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലും നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പല ഭാഷകൾ സംസാരിക്കുന്ന ഒരു രാജ്യമാണ്. അല്ലെങ്കിൽ പലവിധ കസ്റ്റംസ്, ട്രഡീഷൻസ്, വാല്യൂസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ വിശ്വാസങ്ങൾ ഒക്കെ തന്നെ പാലിക്കപ്പെടുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ വാട്ടർ കൺസർവേഷൻ എന്ന് പറയുന്നത് അവരുടെ രീതി ഉണ്ടാവും. ഓരോ ഇടങ്ങളിൽ ഇപ്പം കേരളത്തിൽ വാട്ടർ കൺസർവ് ചെയ്യുന്ന പോലെ ആയിരിക്കും ഇപ്പോഴത്തെ തമിഴ്നാട്ടിലോ രാജസ്ഥാനിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മധ്യപ്രദേശിലോ ജാർഖണ്ഡിലോ ബീഹാറിലോ ഇവിടങ്ങളൊക്കെ ഈ പറഞ്ഞ വ്യത്യസ്തമായ രീതിയിലൂടെ ആയിരിക്കും നമ്മൾ വാട്ടർ കൺസർവേഷൻ അല്ലെങ്കിൽ വാട്ടറിന്റെ ഉപയോഗം പോലും വേറെ വേറെ രീതികളിലൊക്കെ ആകാനുള്ള ചാൻസസ് ഉണ്ട്. വാട്ടർ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സംസ്ഥാനങ്ങളിൽ കൂടുതലായിട്ട് ഡ്രിങ്കിങ് പർപ്പസിനായിരിക്കും, ചില സംസ്ഥാനങ്ങളിൽ അത് കൂടുതലായിട്ട് കൃഷിയുടെ ആവശ്യങ്ങൾക്കായിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. അങ്ങനെ പല രീതികളിലായിട്ടായിരിക്കും പല സംസ്ഥാനങ്ങളിൽ വെള്ളത്തിന് ഉപയോഗം വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലൊക്കെ തന്നെ വാട്ടർ കൺസർവേഷൻ രീതികളും വ്യത്യാസമായിരിക്കും. ഒരിടത്ത് സ്റ്റോർ ചെയ്യുന്ന പോലത്തെ ഒരു രീതി ആയിരിക്കത്തില്ല വാട്ടർ കൺസർവേഷൻ മറ്റൊരു സംസ്ഥാനത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വൺ ഫിറ്റ് അപ്രോച്ച് ഗവൺമെന്റ് പോകാൻ പറ്റത്തില്ല. ഒരു ഒറ്റ രീതിയിൽ നിങ്ങൾ എല്ലാവരും വാട്ടർ കൺസർവേഷൻ ഇങ്ങനെയായിരിക്കണം എന്ന് ഗവൺമെന്റ് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഗവൺമെന്റ് പോളിസി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫ്ലോപ്പ് ആയി പോകാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇംപ്ലിമെന്റേഷന്റെ ആയിരിക്കരുത് കമ്മ്യൂണിറ്റീസിന് ഇൻവോൾവ് ചെയ്യേണ്ടത്. ഡിസിഷൻ മേക്കിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ആരെ ഇൻവോൾവ് ചെയ്യാൻ സാധിക്കണം? കമ്മ്യൂണിറ്റീസിന് ഇൻവോൾവ് ചെയ്യണം. എങ്ങനെയായിരിക്കണം വാട്ടർ കൺസർവേഷൻ നടപ്പാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആരെ ഇൻക്ലൂഡ് ചെയ്യണം? കമ്മ്യൂണിറ്റീസിനെ ഇൻക്ലൂഡ് ചെയ്യണം. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം. അങ്ങനെ നടപ്പായെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റിയിൽ എത്തിച്ചേരുമ്പോഴേക്കും അത് സക്സസ്ഫുൾ ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഞാൻ തൊട്ട് പറഞ്ഞ പോലെ വൺ ഫിറ്റ് അപ്രോച്ച് ആകാൻ പാടില്ല. ഓരോരോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള വാട്ടർ കൺസർവേഷൻ മെത്തഡോളജി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അതൊക്കെ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ട് വേണം ഇതെല്ലാം ലോഞ്ച് ചെയ്യേണ്ടത്. ഇങ്ങനെ നടപ്പാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോസസ്സ് നമുക്ക് സക്സസ്ഫുൾ ആക്കാനായിട്ട് സാധിക്കും. ബിക്കോസ് ഇതൊരു കോമൺ തീമാണ് അല്ലെങ്കിൽ കോമൺലി അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് വാട്ടർ കൺസർവേഷൻ. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള രീതിയിലൂടെ മുന്നോട്ട് പോകണം. പിന്നെ ഇത്തരത്തിൽ വാട്ടർ കൺസർവേഷന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് ഇറങ്ങുമ്പോഴേക്കും വി ഷുഡ് ഓൾസോ അഡ്രസ് ഇഷ്യൂ ഓഫ് വൾണറബിൾ ഗ്രൂപ്പ്സ്. അപ്പൊ നമ്മുടെ രാജ്യത്ത് വെള്ളം എന്ന് പറയുന്നത് വളരെ അമൂല്യമാണ്. ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ അൺടച്ചബിലിറ്റി പ്രൊഹിബിറ്റഡ് ആണ് എങ്കിൽ പോലും അൺടച്ചബിലിറ്റി സ്റ്റിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ രാജ്യങ്ങളിലുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വൾണറബിൾ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്ന വൾണറബിൾ സെക്ഷൻസിനെ കൂടെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചിരിക്കണം. അപ്പൊ ചിലയിടങ്ങളിൽ ഈ പറഞ്ഞ രീതിയിൽ കോമൺ കമ്മ്യൂണിറ്റി വെൽ ഈ പറഞ്ഞ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ടും കൂടെ സാധിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ കമ്മ്യൂണിറ്റി ലെവൽ പാർട്ടിസിപ്പേഷൻ നമുക്ക് ആവശ്യമാണ്. സോ ആ ഒരു കമ്മ്യൂണിറ്റി ലെവൽ പാർട്ടിസിപ്പേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ജസ്റ്റ് വെള്ളം കൺസർവ് ചെയ്യാന്ന് മാത്രമല്ല വാട്ടർ കൺസർവേഷനകത്തും അതുപോലെ തന്നെ ഗ്രൗണ്ട് ലെവലിൽ എന്തെങ്കിലും ഇഷ്യൂസ് ലൈക്ക് അൺടച്ചബിലിറ്റിയുടെ അല്ലെങ്കിൽ വാട്ടർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്ന കമ്മ്യൂണിറ്റീസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും
സ്പെസിഫിക്കലി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെല്ലാം പരിഹരിച്ചിട്ടുള്ള രീതിയിലുള്ള വാട്ടർ കൺസർവേഷൻ ആയിരിക്കണം. എക്കോളജിയും ഫോറസ്റ്റിനെയും എല്ലാം കൺസർവ് ചെയ്തുകൊണ്ടുള്ള ഒരു വാട്ടർ കൺസർവേഷൻ ആയിരിക്കണം നമുക്ക് ആവശ്യമായിട്ട് മാറേണ്ടത്. അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടും പോളിസി ഡിസിഷൻ മേക്കിങ്ങിനകത്തും ഇംപ്ലിമെന്റേഷനകത്തും നമ്മുടെ കമ്മ്യൂണിറ്റീസിനെ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് ഒരു ആർട്ടിക്കിൾ ഓതർ നമ്മളോട് പറഞ്ഞത്. ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിളിന്റെ ഒരു മെയിൻ പോർഷൻ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ദെൻ മൂവിംഗ് ഓൺ ടു ലാസ്റ്റ് ഒരു പ്രിലിംസ് MCQ ആണ്. നമ്മൾ ജസ്റ്റ് തുടക്കത്തിൽ കണ്ട ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ്സുമായിട്ട് ബന്ധപ്പെട്ട 3CM MCQ ആണ്. എളുപ്പം ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ നമ്മുടെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.